ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഹാസിനി. എനിക്ക് 32 വയസ്സുണ്ട്. ഭർത്താവുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളിൽപ്പെട്ട് ഞാൻ ഉലയുകയാണ്. മാഡം എനിക്കൊരു മറുപടി തരണം. എൻ്റെ യഥാർത്ഥ കഥകൾ ഞാൻ പറയാം. സാമാന്യ സമ്പത്തുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഏറ്റവും ഇളയ മകൾ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നോട് വാത്സല്യമായിരുന്നു. ധാരാളം സ്വാതന്ത്ര്യവും എനിക്കുണ്ടായിരുന്നു മാഡം. തീരെ ചെറുപ്പത്തിലെ എനിക്ക് സൗന്ദര്യമുള്ള ആണുങ്ങളോട് നല്ല താല്പര്യമുണ്ടായിരുന്നു. മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ എനിക്ക് വല്ലാത്ത ശുഷ്കാന്തിയായിരുന്നു. എൻ്റെ കൂട്ടുകാരുമായിട്ടൊക്കെ ഞാൻ ചർച്ച ചെയ്യും. അവളുമാരുടെ ഒപ്പീനിയനൊക്കെ കേൾക്കുക എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ മറ്റ് പുസ്തകങ്ങളും എന്തെല്ലാം കാര്യങ്ങളും എവിടൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റുമോ അതൊക്കെ സെർച്ച് ചെയ്ത് തപ്പിപ്പിടിച്ച് വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. എനിക്കെന്തോ പ്രായത്തിൽ കവിഞ്ഞ പക്വത അന്നേ ഉണ്ടായിരുന്നു. സൗന്ദര്യമുള്ള ആണുങ്ങളോട് അടുത്തിടപഴകാൻ എനിക്ക് താല്പര്യമുണ്ട്. പിന്നെ സ്കൂൾ പഠിക്കുമ്പോൾ തൊട്ടേ അവിടെയുള്ള ഏറ്റവും സുന്ദരന്മാരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. അവർ മറ്റാരെങ്കിലുമായി പ്രേമത്തിലായി കഴിഞ്ഞാൽ ആ പ്രേമം ഞാൻ തകർക്കും, പാര വെച്ച് നശിപ്പിക്കും. അവർ ആരെയും പ്രേമിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ എന്നാലും മറ്റു കുരുത്തക്കേടുകൾക്ക് ഇറങ്ങിത്തിരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. എല്ലാം പഠിച്ച കൂട്ടത്തിൽ പെണ്ണുങ്ങൾക്ക് അബദ്ധം സംഭവിച്ചാൽ എന്തു പറ്റുമെന്നും എനിക്കറിയാമായിരുന്നു. ചെറിയ പ്രായത്തിലെ കുട്ടികളുണ്ടാകുന്ന അവസ്ഥയുണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നും നാട്ടുകാരും വീട്ടുകാരും നമ്മളെ കളിയാക്കുമെന്നും പെൺകുട്ടികളുടെ ജീവിതം അതോടുകൂടി കുളമാകുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കുരുത്തക്കേടുകൾ ശ്രദ്ധിച്ച് മാത്രമേ കൊണ്ടുപോകാവൂന്ന് എനിക്കറിയാം. പഠിച്ച കൂട്ടത്തിൽ ഞാൻ ഓൾറൗണ്ടായിട്ട് എല്ലാം പഠിച്ചു. ഇപ്പോഴത്തെ കാലത്ത് പല പെൺകുട്ടികളും കാണുന്ന സുന്ദരന്മാരുടെ കൂടെ ചാടിപ്പോകും, എന്നിട്ട് അബദ്ധം പറ്റി മോങ്ങും. എനിക്ക് പക്ഷേ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. കാര്യം ഞാൻ പണ്ട് തൊട്ടേ എല്ലാ വശവും ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കാത്തിരുന്നു മാഡം. കോളേജിൽ പഠിക്കുമ്പോഴും എനിക്ക് പല പ്രണയങ്ങളുണ്ടായിരുന്നു. ഒരാണിൽ അടങ്ങി നിൽക്കാൻ എനിക്ക് പറ്റില്ല. പലരുമായിട്ട് പ്രണയങ്ങൾ, പല പ്രണയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിഞ്ഞ് പൊട്ടിയിട്ടുണ്ട്. തേപ്പുകാരെന്നൊക്കെ എന്നെ വിളിച്ചിട്ടുമുണ്ട്. എന്നാലും എനിക്ക് പ്രശ്നമില്ല. ഒത്തിരി സുന്ദരന്മാർ എൻ്റെ ചുറ്റിലുള്ളത് എനിക്ക് പണ്ടേ ഇഷ്ടമാണ് മാഡം. പക്ഷെ കുരുത്തക്കേടുകൾ കുറച്ച് മാത്രം, അത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ച് കണ്ടു മാത്രം. എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പഠിത്തം കഴിയുമ്പോൾ എൻ്റെ കല്യാണം നടക്കണമെന്നാണ്. 25 വയസ്സ് വരെ മാത്രമേ അവർ കാത്തിരിക്കുകയുള്ളൂ. അത്രയും സമയമാകുമ്പോഴേക്കും ജാതകപ്രകാരം വിവാഹം നടത്തണം. ഏത് കോന്തനാണോ എന്നെ കെട്ടാൻ പോകുന്നത് എന്തായാലും ചാടിപ്പോകാനൊന്നും പറ്റില്ല. അത് അച്ഛനും അമ്മയ്ക്കും വലിയ ആഘാതമാകും. അതുവരെ അടിച്ചു പൊളിച്ച് നടക്കണം എന്ന് വിചാരിച്ചു. പഠിത്തം കഴിഞ്ഞ് ചെറിയൊരു ജോലിക്ക് കയറി. അത് പക്ഷേ എൻ്റെ ഒരു ആൻറ്റിയുടെ ഓഫീസിലായിരുന്നു. അതുകൊണ്ട് ഒട്ടും സ്വാതന്ത്ര്യമില്ലായിരുന്നു. അവിടെ വെച്ച് ആരെയും പ്രേമിക്കാനും പറ്റിയില്ല. അങ്ങനെ 24-ാമത്തെ വയസ്സിൽ എൻ്റെ കല്യാണം നിശ്ചയിച്ചു. 25 വയസ്സിൻ്റെ തുടക്കത്തിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. വീട്ടുകാർക്കും നാട്ടുകാർക്കും എനിക്കും എല്ലാം ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ ഭർത്താവ്. സർക്കാർ ഉദ്യോഗസ്ഥൻ. പിന്നെ അദ്ദേഹം വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞ് എന്നോട് ഫോണിലൊക്കെ പലപ്പോഴും സംസാരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കല്യാണത്തിന്. അതിനിടയ്ക്ക് അദ്ദേഹം എന്നോട് കൊച്ചു വർത്തമാനം പറയുമെന്നും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വട്ടം ഒപ്പിച്ചെടുക്കുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. പലപ്പോഴും ഞാനത് തുടക്കമിടുമ്പോൾ അദ്ദേഹം അത് നിരുത്സാഹപ്പെടുത്തി എല്ലാം വിവാഹശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇയാളിത് എന്തു മനുഷ്യനാണ്? കല്യാണം കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ശരിയായി വരുമോ, അതോ പ്രതീക്ഷിച്ചെടുത്ത് കൊട്ടത്തേങ്ങയാകുമോ കിട്ടാൻ പോകുന്നത് എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും സൗന്ദര്യമുള്ള പുരുഷനാകുമ്പോൾ സൗന്ദര്യമുള്ള പല കാര്യങ്ങൾക്കും താല്പര്യം കാണും എന്ന് വിചാരിച്ച് ഞാനങ്ങ് സമാധാനിച്ചു. വേവോളം ഇരിക്കാൻ പറ്റുമെങ്കിൽ 6 ഓളവും ഇരിക്കാമല്ലോ. പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ കല്യാണ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ചില ടെസ്റ്റുകൾ ഉണ്ടായി മാഡം. എൻ്റെ വീട്ടിൽ കുറേയധികം ഇലക്ട്രിക്കൽ വർക്കുകൾ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ചേട്ടനാണ്. പുള്ളിക്കന്ന് ഒരു 35 വയസ്സ് കാണും. ഭാര്യയും കുട്ടിയുമുണ്ട്. കാണാൻ വെളുത്ത് അത്യാവശ്യം നീളവും വണ്ണവും ഒക്കെയുള്ള ഒരു മനുഷ്യനാണ്. യോഗ്യനാണ് കാണാൻ. നല്ല പെരുമാറ്റവും. കണ്ടാൽ നമുക്ക് ഒരു ഇംപ്രഷൻ തോന്നുന്ന മനുഷ്യനാണ്. പക്ഷേ ഞാൻ അയാളുമായിട്ട് നേരത്തെ സംസാരിച്ചിട്ടൊന്നുമില്ല. കണ്ടാൽ ചിരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ അന്ന് പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയും അച്ഛനും കല്യാണത്തിന് പല കാര്യങ്ങൾക്കായിട്ട് പോയിരിക്കുകയായിരുന്നു.
പോകുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞു, എടി ഇലക്ട്രീഷ്യൻ മോഹൻ വരും കേട്ടോ, നീ ഒരു കാര്യം ചെയ്യണം, സ്റ്റോർ റൂമിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവനൊന്ന് കാണിച്ചു കൊടുക്കണം, അവനെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നീ ചായ വില ഇട്ട് കൊടുക്കണം, പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുകയാണെങ്കിൽ ഒന്ന് സഹായിക്കണം, എല്ലാവരും ഒന്ന് കാണിച്ചു കൊടുക്കുകയൊക്കെ വേണേ മോളെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. എന്തായാലും ഒരു 9:30 കഴിഞ്ഞപ്പോഴേക്കും അങ്ങേര് വന്നു. എന്നോട് അയാൾ മോളെ എവിടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ചോദിച്ചു. ഞാൻ സ്റ്റോറും കാട്ടിക്കൊടുത്തു. അത് കഴിഞ്ഞ ശേഷം മെയിൻ്റെനൻസ് വർക്കുള്ളതും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തു, കാണിച്ചു കൊടുത്തു. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അമ്മയോ അച്ഛനെയും വിളിക്കാനും പറഞ്ഞു. പുള്ളി പറഞ്ഞു വിളിച്ചോളാം, പിന്നെ വേറെന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ വിളിക്കണം, എൻ്റെ റൂം ഇതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് അങ്ങ് പോയി. മാഡം അങ്ങേര് എന്തെങ്കിലും കാണിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങേരെ കൂടെ നിന്നൊന്ന് പണി ചെയ്യാൻ എനിക്ക് വയ്യ എന്നുള്ളൊരു ഈഗോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു 12 മണിയായി കാണും. അപ്പോൾ പുള്ളിക്കാരൻ വിളിക്കുന്നത് കേട്ടു. ഞാൻ വാതിൽ തുറന്നു വന്നപ്പോൾ കൈലി മാത്രം എടുത്ത് കഴുത്തിൽ നല്ലൊരു സ്വർണ്ണമാലയൊക്കെ ഇട്ട് അയാളെൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഷൂ ഇയാളെന്ത് ഭാവിച്ച എന്നോർത്ത് ഞെട്ടി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, മോള് ഞെട്ടണ്ട, ഇവിടെ പഴയ വല്ല തുണിയുണ്ടോ, അവിടെ ഭിത്തി തുളയ്ക്കണമായിരുന്നു. അപ്പോഴേക്കും ദേഹത്തെല്ലാം ചെങ്കല്ലി പോലുള്ള പൊടി വീഴാൻ തുടങ്ങി മോളെ, അതുകൊണ്ട് ഞാൻ ഷർട്ട് ഊരി വെച്ചതാണ്. ഇത് ദേഹത്തെല്ലാം പൊടിയായി, ഒന്ന് തുടയ്ക്കാനുള്ള ഒരു പഴയ തുണി മറ്റോ തരുമോ, അത് തോർത്ത വല്ലതും ഉണ്ടതോ, ഉപയോഗശൂന്യമായതാണെങ്കിൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തരാം, ഇവിടെ ടർക്കി ഉണ്ടെന്ന്. അത് വേണ്ട മോളെ, നല്ലത് വേണ്ട, ഏതെങ്കിലും കൈലിയോ പഴയത് വല്ലതും മതി, ഇത് തുടച്ചു കളഞ്ഞിട്ട് ഞാൻ പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഉച്ചയ്ക്ക് കുളിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി ഒരു പഴയ കൈലി എടുത്ത് കൊടുത്തു. അതുകൊണ്ട് പുള്ളിക്കാരൻ തുടയ്ക്കുന്നത് ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് പുള്ളി ഞാൻ ശ്രദ്ധിച്ചത്, ഇങ്ങേര് കനപ്പെട്ടൊരു മുതൽ തന്നെയാണ്, നല്ല അഫ്സൽ പുരുഷൻ. ഇങ്ങേരുടെ ഭാര്യ ഒരു ഭാഗ്യവതിയായിരിക്കും. അങ്ങേർക്ക് വലിയ നിറമൊന്നുമില്ല, പക്ഷേ കരിവീട്ടയുടെ നിറമാണല്ലോ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം. അങ്ങനെയല്ലേ പണ്ട് തൊട്ടേ പാടുന്നത്. ദേഹമാസകലം നല്ല പുരുഷത്വം നിറഞ്ഞ രോമം, ദേഹത്തിന് നല്ല വടിവുമുണ്ട്, മുന്നും പിന്നും എല്ലാം അഴകളവുകൾ. പെണ്ണുങ്ങളെപ്പറ്റി വർണ്ണിക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തെപ്പറ്റിയും ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് വർണ്ണിക്കാൻ പറ്റും. അത്രയ്ക്കും നല്ല ബോഡി ഷേപ്പാണ് മാഡം. അറിയാതെ ഞാൻ ഇങ്ങനെ നോക്കി. പിന്നീട് ഞാൻ ആലോചിച്ചത്, എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആൾക്കും നല്ലൊരു ബോഡി ഷേപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഷർട്ടൊന്നും ഇടാതെ ഞാൻ കണ്ടിട്ടില്ല, എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും മോഹൻ ചേട്ടൻ സൂപ്പറാണ് എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അങ്ങേരുടെ ഭാര്യയെ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. ഇയാളെന്തിനാണ് അവരെ കല്യാണം കഴിച്ചത്? അതിന് നല്ലൊരു സുന്ദരിയായ പെണ്ണിനെ കിട്ടുമായിരുന്നു. പക്ഷെ അയാൾ പോയിട്ട് ഒരു പെണ്ണെ കല്യാണം കഴിച്ചു. അവരെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്തോ. എന്തായാലും അവളുടെ ഭാഗ്യമാണ്. ഡെയിലി ഇത്രയും സുന്ദരനായ ഒരു പുരുഷനെ ഡെയിലി അവർക്ക് കണി കാണാൻ കിട്ടുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ തിയറിയൊക്കെ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കൽ കാര്യത്തിൽ ഞാൻ വട്ടപൂജ്യമാണല്ലോ എന്നോർത്തു. എല്ലാം എൻ്റെ കല്യാണത്തോടുകൂടി ശരിയാകും. ഉച്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി വന്നു. ആ സമയത്ത് അദ്ദേഹം വന്നിട്ട് ഷർട്ട് ഊരി പണി തുടങ്ങി. മാഡം ഞാനിപ്പോൾ പുള്ളിയുടെ അടുത്ത് ഒട്ടിപ്പറ്റി നിന്നു. എന്തോ എനിക്കപ്പോൾ അങ്ങനെ തോന്നി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കതിനൊന്നും ഉത്തരമില്ല. അദ്ദേഹത്തിൻ്റെ ദേഹം കാണാൻ വേണ്ടി മാത്രമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാകും തോന്നി. അടുത്ത് നിന്നപ്പോൾ പുള്ളി പറഞ്ഞു, വേണ്ടതേ മണ്ണൊക്കെ തെറിക്കും, മോള് റൂമിൽ പോയിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാതെ പറഞ്ഞു. ഞാൻ തലയാട്ടി. പക്ഷേ ഞാൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, കല്യാണമാണല്ലോ, എന്താ ചെറുക്കൻ്റെ പേര്? അപ്പോൾ ഞാൻ ചെറുക്കൻ്റെ പേര് പറഞ്ഞു. മോള് ഫോട്ടോ വല്ലതുമുണ്ടോ, ഒന്ന് കാണിച്ച്, സുന്ദരനാണോ നോക്കാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഫോണിൽ കിടന്ന ഫോട്ടോ കാണിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, കൊള്ളാലോ, നല്ല വെളുത്ത് തൊടുത്ത് സിനിമാടിനെ പോലൊരു പയ്യനാണല്ലോ. മോളല്ലെങ്കിലും ഭാഗ്യവതിയാണ്, മോൾക്ക് നല്ല സൗന്ദര്യമുണ്ടല്ലോ, അതുകൊണ്ട് നല്ല സൗന്ദര്യമുള്ള ഒരാളെ തന്നെ കിട്ടി. ചേട്ടൻ നല്ല സുന്ദരനാണല്ലോ, ചേട്ടന് സുന്ദരിയായ ഒരു ഭാര്യയല്ലേ കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, അവൾ കുഴപ്പമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? കുഴപ്പമില്ലെന്ന്, ചേച്ചി നല്ല വെളുത്തൊരു ചേച്ചിയല്ലേ, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവൾ സുന്ദരിയൊന്നുമല്ല, കൊള്ളാം, കുഴപ്പമില്ല, വീട്ടുകാരൊക്കെ ആലോചിച്ചുറപ്പിച്ച കല്യാണമാണ്, നമുക്ക് ജാതകമൊക്കെ നോക്കില്ലേ, അതനുസരിച്ചിട്ടാണല്ലോ കല്യാണം നടക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വരുന്നത്, ചേട്ടന് മനസ്സിന് പിടിച്ചൊരു സുന്ദരിയല്ല ഭാര്യ എന്നാണോ? അങ്ങനെ വേണമെങ്കിൽ പറയാം മോളെ. കാര്യം എനിക്ക് വേറൊരു പെണ്ണെ ഇഷ്ടമായിരുന്നു, ആ കല്യാണം നടന്നില്ല. ആ പെൺകുട്ടിക്ക് എന്നോട് അത്ര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വിവാഹമാണ്. പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ നല്ല ജോലിയായിട്ട് പോകുന്നുണ്ട്. ചേട്ടന് എങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു, മോളെപ്പോലുള്ള സുന്ദരികളെ. മോൾക്ക് നല്ല ചുണ്ട്, പല്ല്, കണ്ണ്, ദേഹവടിവുകൾ, അതേപോലെ തന്നെ മറ്റ് എല്ലാ പ്രത്യേകതകളും ഉണ്ടെന്നും. എന്താ ചേട്ടാ മറ്റെല്ലാ പ്രത്യേകതകളും? എഴുതിയിൽ എണ്ണയൊഴിക്കാൻ എനിക്ക് പണ്ട് ഇഷ്ടമാണല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു, വേണ്ട, കല്യാണം കഴിക്കാൻ നിൽക്കുന്നൊരു കൊച്ചു കൊച്ചാണ്, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്ന്. ഞാൻ പറഞ്ഞു, കൊച്ചു കൊച്ചോ,
കൊച്ചൊന്നുമല്ല. എനിക്ക് 10-25 വയസ്സുള്ളതാണ്. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ചേട്ടൻ പറ, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു, മോളെ, സ്ത്രീകളെന്ന് പറയുമ്പോൾ സൗന്ദര്യം മുഖത്ത് മാത്രം ഉണ്ടായാൽ പോരല്ലോ. നമ്മൾ നോക്കുമ്പോൾ ഒരാണിന് വേണ്ട എല്ലാ വകകളും എല്ലാ അട്രാക്ഷനും ആ സ്ത്രീയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വരുന്നത് ചേട്ടന് അട്രാക്ഷൻ തോന്നുന്ന എല്ലാ വകയും എന്നിലുണ്ടെന്നാണോ എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പൊട്ടിച്ചിരിച്ചു. അത് പിന്നെ എനിക്ക് വേണ്ടതല്ല മോളെ. അതിലുമധികം മോള് ഒരു അതീവ സുന്ദരിയാണ്. എനിക്കൊന്നും സ്വപ്നം പോലും കാണാൻ കിട്ടില്ല. മോളും ഞാനും ഏകദേശം അടുത്ത ഏജ് ആയിരുന്നെങ്കിൽ ഞാനൊരു ദിവസം മോളുടെ പുറകെ നടന്ന് കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോള് സമ്മതിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? ചേട്ടനൊരു കുഴപ്പമില്ല, ചേട്ടൻ സുന്ദരനാണല്ലോ. ഞാൻ വേണ്ടതൊന്നും പറയില്ല. പിന്നെ വീട്ടുകാർ ചിലപ്പോൾ കല്യാണം ആലോചിച്ച് കഴിഞ്ഞാൽ അത് സമ്മതിക്കില്ല, അത്രേ ഉള്ളൂ. അല്ല, ചേട്ടന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ചേട്ടൻ നല്ലൊരു മനുഷ്യനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. ഞാനും പുള്ളിയെ നോക്കി. മോൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നോടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, താല്പര്യമുണ്ട്, പക്ഷേ എൻ്റെ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുകയല്ലേ എന്ന്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്തേക്ക് വന്നു. എങ്കിൽ മോളെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കെട്ടിപ്പിടിച്ചോളാൻ. ആ സമയത്ത് എൻ്റെ മനസ്സ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പുള്ളി കെട്ടിപ്പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്നും മിണ്ടിയില്ല. മൗനസമ്മതം എന്നുള്ള രീതിയിൽ കരവലയത്തിനുള്ളിൽ നിന്നു. അദ്ദേഹം പിന്നെ നല്ല രീതിയിൽ ഇലക്ട്രീഷ്യൻ വർക്ക് തുടങ്ങിയായിരുന്നു മാഡം. അദ്ദേഹത്തിൻ്റെ കൈകൾ വയറ് പോലെ ചുറ്റിപ്പിണകുകയായിരുന്നു. ഏതോ സോക്കറ്റുകൾ തേടിപ്പോയി. എനിക്ക് ഒന്നും വേണ്ടാതെ പറയാൻ തോന്നിയില്ല. വിവാഹത്തിന് മുമ്പേ ഇതൊക്കെ ഞാൻ അറിയേണ്ടതായിരുന്നു. കുളിച്ചിട്ട് വന്നാണെങ്കിലും അദ്ദേഹത്തിന് ആണത്തവും മണ്ണും വിയർപ്പും ഒക്കെ കലർന്ന ഒരു ഗന്ധമായിരുന്നു മാഡം. ആ മുറിക്കുള്ളിൽ വേറൊരു ഗന്ധമായിരുന്നു. ആ ഗന്ധം സുഗന്ധമൊന്നുമല്ലെങ്കിലും അതെന്നെ മത്തു പിടിപ്പിച്ചു പോയി. പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, മോളുടെ റൂമിൽ പോകാനൊക്കുമോന്ന്. ഞാൻ അദ്ദേഹത്തെ സദയം സാദരം എൻ്റെ റൂമിലേക്ക് സ്വാഗതം ചെയ്തു. പുള്ളിക്കാരൻ എന്നോട് ചെവിയിൽ പറഞ്ഞു, മോൾക്ക് കോട്ടമൊന്നും തട്ടാത്ത രീതിയിൽ ചേട്ടൻ മോളെ ആരാധിച്ച് പൂജിച്ച് കുമ്പിട്ടിട്ട് പോകാമെന്ന്. അയ്യടാ, അങ്ങനെ അവിടെ ഇവിടെയും എന്തെങ്കിലും ഒരു മണി അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകുമോ? അത് ശരിയാകില്ല എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഇപ്പോഴീ അവസരം എപ്പോഴും കിട്ടില്ല. അതുകൊണ്ട് ഇന്ന് സംസ്ഥാന സമ്മേളനം തന്നെ നടത്തുമെന്ന് ഞാൻ തീരുമാനമെടുത്തു. അദ്ദേഹം എന്നെ മാത്രം രസിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ യോഗദണ്ഡവും കമണ്ഡലവും എൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം പക്ഷേ ഒന്നും തെളിയിപ്പിച്ചില്ല. എങ്കിൽ പിന്നെ ഞാൻ തേടിപ്പോകും. എനിക്ക് യോഗദണ്ഡും കമണ്ഡലവും സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആദ്യം അദ്ദേഹം പറഞ്ഞു, വേണ്ട, അതൊക്കെ റിസ്ക് ആകുമെന്ന്. മോൾക്ക് ഞാൻ കുഴപ്പമില്ലാതെ എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ണോടിച്ച് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കണ്ണോടിച്ചാൽ പോരാ, എനിക്ക് മറ്റു പലതും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ആണ്ടപാത കൊണ്ടേ പോകുന്നല്ലേ. അതുമാത്രമല്ല, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള വാശിയിൽ തന്നെ ഞാൻ നിന്നു. പിന്നെ അദ്ദേഹത്തിന് എന്നെ എതിർക്കാൻ പറ്റിയില്ല. എനിക്കാണെങ്കിൽ ഇത്രയും നാളുള്ള തിയറിയൊക്കെ എടുത്തു കളഞ്ഞ് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലിലേക്ക് ഞാനങ്ങ് കടന്നു. എനിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നുപോയത്. ശരിക്കും ബുദ്ധിമുട്ടുകളെ താണ്ടിപ്പോകാൻ എനിക്കൊരു പ്രയാസവുമില്ലായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ പോരാ, ഇനിയും ഊർജ്ജവൽക്കരിക്കണം, ഇനിയും സ്പീഡ് കൂട്ടണം, ഇനിയും നമ്മൾ മുന്നോട്ട് പോയി ജയമടയണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആദ്യമുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എൻ്റെ വാക്കുകളോടുകൂടി അപ്രത്യക്ഷമായി സ്വർഗത്തേരിലേറി പറന്നുവന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇത് യഥാർത്ഥ പറക്കലായിരുന്നു. അവസാനം ചേട്ടൻ എന്നോട് ചോദിച്ചു, മോളെ ഇനിയും വേണോ? റിസ്ക് ആകും, ഇനിയും വിസ്ഫോടനം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വിസ്ഫോടനം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞയാണ് ഞാൻ. ആ രാസപരിണാമം എനിക്ക് കാണണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിർബന്ധിച്ചു. ഒരു കുഴപ്പവുമില്ല, സേഫാണ്, ഇത് നല്ലൊരു പരീക്ഷണശാലയാണ്, ഇന്ന് നമ്മുടെ സേഫ് ഡേറ്റ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആ മഹാവിസ്ഫോടനവും നടന്നു. ഞാൻ വളരെ സന്തോഷവതിയായിരുന്നു. പിന്നീട് അടുത്ത ദിവസം അച്ഛനും അമ്മയുണ്ടായിരുന്നു. അതിനടുത്ത ദിവസം കൂടി വർക്കുണ്ടായിരുന്നു. അന്നും ഒരവസരം ഒത്തു മാഡം. അതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല അവസരമാണ്. അത് കഴിഞ്ഞ് എൻ്റെ കല്യാണം നടന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ മോഹൻ ചേട്ടൻ്റെ ആ ഒരു വിസ്ഫോടനങ്ങൾ മാത്രമായിരുന്നു എന്നും അലയൊലി കൊണ്ടിരുന്നത്. കല്യാണം കഴിഞ്ഞു,
ഭർത്താവിനോട് സ്നേഹമുണ്ട്, സുന്ദരനൊക്കെ തന്നെ, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എങ്ങനെയൊക്കെ ഞാൻ അളന്നു തൂക്കിയാലും എൻ്റെ ആദ്യ പുരുഷനായ മോഹനേട്ടൻ്റെ അത്രയും വരില്ല. അതെനിക്ക് മനസ്സിലായി. എല്ലാം യഥാർത്ഥമാണ്. കാര്യം ഒരു പുരുഷനെ മറ്റൊരു പുരുഷനുമായി താരതമ്യം ചെയ്യുമ്പോൾ അയാൾക്ക് ക്വാളിറ്റി കൂടാം കുറയാം. എൻ്റെ ഭർത്താവിന് ചില ക്വാളിറ്റികൾ വളരെ കുറവാണ്, സ്വഭാവം നല്ലതാണ്. പക്ഷേ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ മാഡം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80% മാർക്ക് കൊടുക്കാം. പക്ഷേ മോഹനേട്ടന് ഞാൻ കൊടുക്കുന്ന മാർക്ക് 100. എനിക്കതിൽ ഒരിക്കലും കുറ്റബോധം തോന്നിട്ടില്ല. വിവാഹത്തിന് മുമ്പല്ലേ, വിവാഹം കഴിഞ്ഞ ശേഷം നല്ലൊരു വീട്ടമ്മയായി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അയാളുടെ വീട്ടിൽ കഴിഞ്ഞു. പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി മാഡം. ഒരു കുട്ടിയുമുണ്ടായി. പക്ഷേ ഒരു 8 മാസത്തിന് മുമ്പാണ് പുള്ളിക്കാരന് കുറച്ചകലെ ഒരിടത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ വന്ന് താമസിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഫ്ലാറ്റ്. അപ്പോഴേക്കും ഭർത്താവിൻ്റെ അമ്മ മരിച്ചിരുന്നു. അനിയനും ഭാര്യയ്ക്കും ആ വീട് കൊടുക്കാം, പിന്നെ ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾക്കൊരു വീട് വെക്കാം. ഈ ഫ്ലാറ്റിൽ താമസിച്ചുകൊണ്ട് ഒരു 3-4 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് നല്ലൊരു വീട് നാട്ടിൽ വെക്കാം. പിന്നെ ഫ്ലാറ്റിലെ ജീവിതം ഒരു പുതുമ തന്നെയായിരുന്നു. കാരണം മുൻപത്തെ പോലെയുള്ളൊരു ജീവിതക്രമമല്ലല്ലോ. ഇവിടെ എല്ലാം കൈവിരൽ തുമ്പിൽ കിട്ടും. അതും ഒരു സൗകര്യമായിട്ട് തോന്നി. അടുത്തുള്ളവരോടൊക്കെ സഹകരിക്കാൻ തുടങ്ങി മാഡം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഒരു ദിവസം വീട്ടിൽ ഒരു പ്രശ്നമുണ്ടായത്. ടി വിയുടെ പ്ലഗില്ലേ, അവിടെ നിന്ന് അത് എന്തോ കത്തിപ്പോയതുപോലെയായി മാഡം. ഭർത്താവില്ലാത്ത സമയത്താണ് സംഭവിച്ചത്. എന്താണെന്ന് അറിയില്ല. ഹൈ വോൾട്ടേജ് വല്ലതും വന്നതായിരിക്കും. ഞാനപ്പോൾ സെക്യൂരിറ്റി വിളിച്ച് പറഞ്ഞു, ഇലക്ട്രീഷ്യനെ വിടാമെന്ന് പറഞ്ഞു. ആ സമയത്ത് മോൻ സ്കൂളിൽ പോയിരിക്കുകയാണ്. ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ്. കോളിംഗ് ബില്ല് കേട്ടപ്പോൾ ഞാൻ പോയി തുറന്നു. ഇലക്ട്രീഷ്യനാണ് മാഡം എന്ന് പറഞ്ഞു. ആ കയറി വാ, ദേവിടാണ് പ്രോബ്ലം എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു മാഡം. ആ സമയത്താണ് ഞാൻ അവനെ ശ്രദ്ധിക്കുന്നത്. ഒരു 25 വയസ്സ് കാണും. അതീവ സുന്ദരനായ ഒരു പയ്യൻ. അവൻ, എനിക്കറിയില്ല, ഇപ്പോഴത്തെ കാലത്തെ മോഡേൺ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ്. ഒരു എക്സിക്യൂട്ടീവ് ലുക്ക്. ഞാൻ ചോദിച്ചു, അല്ല ഇലക്ട്രീഷ്യൻ തന്നെയാണോന്ന്. അതെന്താ മാഡം അങ്ങനെ ചോദിച്ചെന്ന്. ഞാൻ പറഞ്ഞല്ല, ഇങ്ങനെ ഭയങ്കര എക്സിക്യൂട്ടീവ് ലുക്കിൽ വന്നുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള ഇലക്ട്രീഷ്യന്മാരൊക്കെ ഇത്തിരി ഒരു പഴഞ്ചൻ രീതിയിലാണ് വരുന്നത്. അത് ഞങ്ങൾ കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമാണെന്ന്. ഞാനിപ്പം അവനോട് കുശലം ചോദിച്ചു, എത്ര വരെ പഠിച്ചു, എങ്ങനെയാണ്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നു. അതിനെല്ലാം അവൻ മറുപടിയും തന്നുകൊണ്ടിരുന്നു. നല്ല അസലൊരു ചെക്കൻ, വലിയ വിദ്യാഭ്യാസമില്ല, 10ാം ക്ലാസ് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ വർക്ക് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അതാണ്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഡിഗ്രിക്കൊന്നും പോകാതിരുന്നത്? നല്ല രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ ഈ വർക്ക് ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന് ചോദിച്ചു. അതെന്താ ഈ വർക്കിനൊരു പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, എന്നാലും നിൻ്റെ ലുക്കൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു എക്സിക്യൂട്ടീവ് ജോബ് ചെയ്യേണ്ട ആളല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഏത് തൊഴിലിനും അതിൻ്റെതായ മഹത്വമില്ലേ മാഡം എന്ന്. ഞാൻ പറഞ്ഞു, മഹത്വമൊക്കെ ഉണ്ട്, എങ്കിൽ നീ പഠിക്കാതിൻ്റെ കാര്യം പറ, വീട്ടിലെ സിറ്റുവേഷൻ കൊണ്ടാണോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, വീട്ടിലെ സിറ്റുവേഷൻ കൊണ്ടൊന്നുമല്ല, എനിക്ക് പഠിക്കാൻ അത്ര മിടുക്കൊന്നുമില്ലായിരുന്നു, ഇത്തരം വർക്കുകളോടാണ് താല്പര്യമെന്ന്. ഞാനിപ്പം അറിയാതെ അവൻ്റെ പുറത്തോട്ട് പറഞ്ഞു, അത് നല്ല കാര്യമാണ്, അവനവൻ്റെ പാഷൻ പിന്തുടരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യമാണെന്ന് പറഞ്ഞു. അവനിപ്പോൾ എന്നെ ഒന്ന് നോക്കി മാഡം. ആ സമയത്ത് എൻ്റെ മനസ്സിൽ പഴയൊരു രീതിയിൽ എന്തോ ഒരു മാറ്റം, അവനോടൊരു സ്വാതന്ത്ര്യം. പണ്ട് മോഹനേട്ടൻ വന്നില്ലേ, ആ സമയത്ത് ഞാൻ മുൻകൈ എടുത്ത് പെട്ടെന്ന് തന്നെ മോഹനേട്ടനെ വരയിലാക്കിയില്ലേ എന്ന് പറഞ്ഞതുപോലെ അവൻ്റെ ദേഹത്ത് തട്ടിയപ്പോൾ എനിക്കൊരു സ്വാതന്ത്ര്യം തോന്നി. ഞാൻ ചോദിച്ചു, ചായ വല്ലതും വേണമെന്ന്. തന്നാൽ കുടിക്കാമെന്ന് പറഞ്ഞു. ഞാനെപ്പോൾ ഒരു ചായ ഇട്ട് കുടിച്ചു. അപ്പോൾ അത് കുടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, മറ്റ് ഫ്ലാറ്റുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പെരുമാറുന്ന ആരെയും കണ്ടിട്ടില്ല, എല്ലാവർക്കും ഞങ്ങളോടൊരു പുച്ഛമാണ്, എത്ര എക്സിക്യൂട്ടീവ് രീതിയിൽ ചെന്നാലും എന്ന്. അതിപ്പോൾ എന്ത് ചെയ്യണം മോനെ, ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ചേച്ചി ചമഞ്ഞു. ഇത്തിരി കഴിഞ്ഞ് അവനെല്ലാം റെഡിയാക്കി പോകാൻ നേരത്തെ ചാർജ് ചോദിച്ചു. അവൻ ചാർജ് പറഞ്ഞു. അതിൽ കൂടുതൽ ഒരു 100 രൂപ കൂട്ടി ഞാൻ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവൻ പോകാൻ നേരത്ത്, എൻ്റെ മാഡം എന്താണെന്നറിയില്ല, ഞാൻ പെട്ടെന്ന് തന്നെ അവനെ പുറകിൽ നിന്ന് എന്താണെന്നറിയില്ല ഒരു കുത്ത് വെച്ച് കൊടുത്തു. എവിടെയാണെന്ന് ചോദിക്കരുത്. അവൻ പെട്ടെന്ന് അമ്പരന്ന് എന്നെ നോക്കി. എന്താ മാഡം എന്ന്. ഞാനിപ്പോൾ പറഞ്ഞു, ഒന്നുമില്ല, നിന്നെ കണ്ടപ്പോൾ വെറുതെ എൻ്റെ കുസൃതിയാണെന്ന്. അവൻ പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. അവനെന്തോ മണത്തു. ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരും വരില്ല, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ
അക്ഷരാർത്ഥത്തിൽ പിടിച്ചു വലിക്കായിരുന്നു. ചെറുക്കൻ എന്തായാലും നേരത്തെ എക്സ്പീരിയൻസ് കാണും. ഫ്ലാറ്റുകളൊക്കെ പോകുമ്പോൾ അവർ നന്നായി പെരുമാറിയില്ലെങ്കിലും ആവശ്യമുള്ളവളുമാർ ആവശ്യമുള്ള രീതിയിൽ പെരുമാറുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. നല്ല കാര്യം, എക്സ്പീരിയൻസ് ആണല്ലോ ആളുകളെ കൂടുതൽ ഹാപ്പിയാക്കുന്നത്. ഇവൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് നല്ലത് എന്ന് ഞാനങ്ങ് മനസ്സിൽ വിചാരിച്ചു. ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എനിക്ക് ഒരവസരമില്ലായിരുന്നല്ലോ. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ എനിക്ക് കിട്ടിയത്. അതും പണ്ട് വിവാഹത്തിന് മുമ്പ് ഞാൻ അകപ്പെട്ട അതേ സിറ്റുവേഷൻ. എൻ്റെ മനസ്സാകെ മാറി മറിയുകയായിരുന്നു. ഞാൻ രൗദ്രഭാവത്തിൽ അലറത്തുള്ളിന്ന് പറയാം. ചിക്കൻ പേടിച്ചു പോയെന്നറിയില്ല എൻ്റെ ഭാവം കണ്ട്. എങ്കിലും അവൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവന് ഞാൻ കിട്ടിയ ഒരു തങ്കക്കനിയാണെന്നാണ്. എനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചെക്കനെ ഞാനന്ന് 4 ആയപ്പോഴാണ് പറഞ്ഞു വിട്ടത്. കാര്യം മകൻ വരില്ലേ ആ സമയത്ത്. അതുവരെ അവൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി കളരി അഭ്യാസത്തിലെ ചില ചുവടുകൾ പറഞ്ഞും രസിക്കുകയായിരുന്നു. അഭ്യസിച്ചും. അങ്ങനെ മനോഹരമായൊരു എക്സ്പീരിയൻസ് പെട്ടെന്ന് തന്നെ പണ്ട് മോഹനേട്ടൻ്റെ സമയത്ത് ഉണ്ടാക്കിയെടുത്തതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് പറ്റി. അവൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. ഇതെല്ലാം ഇത്ര പെട്ടെന്ന് എങ്ങനെ നടന്നു? നല്ലൊരു ഭാര്യയായി ഞാൻ ജീവിക്കുകയായിരുന്നു. പണ്ടത്തെ എക്സ്പീരിയൻസ് ഞാൻ മറന്നിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് അതേ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ജാഗരൂകയായി എങ്ങനെയാണ് ഇതിലേക്ക് പെട്ടെന്ന് വീണു പോയത് എന്നോർത്തു. ഒരു പക്ഷേ രണ്ടുപേരും ഇലക്ട്രീഷ്യൻസ് ആയതുകൊണ്ടായിരിക്കുമോ, സിറ്റുവേഷൻസ് ഒരേപോലെ ആയതുകൊണ്ടായിരിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അത് കഴിഞ്ഞ ശേഷം പല തവണയായിട്ട് ഇപ്പോൾ 10ഓളം തവണ അവൻ എൻ്റെ അടുത്ത് വന്നു. മാഡം, ഓരോ തവണയും എനിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ ഇത് അടുത്ത കാലത്ത് ഒരാൾ ശ്രദ്ധിച്ചു. അടുത്ത വീട്ടിലെ ഫ്ലാറ്റിൽ പണിയൊന്നുമില്ലാതിരിക്കുന്ന ഒരു കിഴവനാണ്. എൻ്റെ ഭർത്താവിനോട് അയാൾ പറഞ്ഞത് പച്ചയായിട്ടാണ്. ഞാനും അവനും തമ്മിൽ ബന്ധമുണ്ട്, ചുമ്മാതെ അവനെ വിളിച്ച് വീട്ടിൽ കയറ്റുകയാണെന്ന്. ഭർത്താവ് ഞാനുമായിട്ട് വലിയ വഴക്കായിരുന്നു. ഒന്നും നടന്നിട്ടില്ല, ഇലക്ട്രിക്കൽ വർക്കിനാണ് വന്നത് എന്ന് പറഞ്ഞിട്ടും ഭർത്താവിന് വിശ്വാസമായില്ല മാഡം. ഞാൻ പിന്നീട് ആ ഒരു കാര്യം അങ്ങ് നിർത്തി. അവൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്തു. പിന്നീട് അവനെ ബ്ലോക്ക് ചെയ്തു. ഇനിയിപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും വിളിക്കാമെന്ന് വിചാരിക്കുന്നു മാഡം. പക്ഷേ എനിക്ക് ഭർത്താവിനോടിപ്പോൾ യാതൊരു താല്പര്യമില്ല. എൻ്റെ മനസ്സ് മുഴുവനും അവനോട് മാത്രമാണ് താല്പര്യം. ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ നല്ല രീതിയിലൊക്കെ പരിശ്രമിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹം ബാഡ് കമൻറ്റുകൾ പറയുകയാണ്. ഇടയ്ക്ക് എനിക്കൊത്തിരി മാറ്റം സംഭവിച്ചു. എനിക്ക് വേറെന്തൊക്കെയോ വിസ്തൃത പ്രദേശങ്ങൾ കൂടിയെന്നും ഒക്കെ അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഇങ്ങനെയല്ലായിരുന്നു, ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇലക്ട്രീഷ്യൻ്റെ വിദ്യയാണെന്നൊക്കെയാണ് ഭർത്താവ് പറയുന്നത്. ഇങ്ങനെ ഒരു കിളവൻ ഞങ്ങളെ ശ്രദ്ധിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. ഇപ്പോൾ ഞാൻ ഭർത്താവിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കുറ്റബോധമുണ്ട്. ജീവിതം തകർന്നു പോകുമെന്നുള്ള പ്രശ്നങ്ങളുമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവനോടുള്ള ആശകളുമുണ്ട്. എൻ്റെ മനസ്സ് വട്ടം ചുറ്റുകയാണ്. മാഡത്തിന് എൻ്റെ അവസ്ഥ മനസ്സിലായോ? എന്തായാലും വിവാഹത്തിന് മുമ്പ് നിങ്ങൾ അതീവ തൽപരകക്ഷിയായിരുന്നു. തിയറി മാത്രമേ അറിയുകയുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു കൈവന്ന അവസരം നിങ്ങൾ മുതലാക്കി. അത് നല്ല കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അത് വിവാഹത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അതിൻ്റെ പാട്ടിന് വിടാം. അത് കഴിഞ്ഞ് ഇത്രയും വർഷം നല്ലൊരു സ്ത്രീയായിട്ട് ഭർത്താവിനെ മാത്രം സേവിച്ച് ജീവിച്ച നിങ്ങൾ ഒരു സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് ഒരു ഇലക്ട്രീഷ്യൻ വന്നപ്പോൾ മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അപ്പോൾ അത് നല്ലൊരു സ്വഭാവം എനിക്ക് തോന്നുന്നില്ല. ഭർത്താവിനോട് വിശ്വസ്തയോടുകൂടി അടങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സ്വഭാവം മാറ്റിയെടുക്കണം. കുടുംബം ആവശ്യമാണ്, ഭർത്താവ് ആവശ്യമാണ്, കുട്ടി ആവശ്യമാണ്. ഇങ്ങനെ കുറേ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. കുടുംബം നമ്മൾ വിചാരിച്ചെങ്കിലല്ലേ നിലനിൽക്കുകയുള്ളൂ. ആ ഉത്തരവാദിത്തം കൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും വേണ്ടാന്ന് വെക്കുന്നത്, പല കാര്യങ്ങളിലേക്കും എടുത്ത് ചാടാതിരിക്കുന്നത്. അതാണല്ലോ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. അല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നടക്കുകയാണെങ്കിൽ എന്തിനാ കുടുംബം? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഉത്തരവാദിത്വബോധമില്ലാതെ നമ്മൾ നമ്മുടെ പഴയ കാര്യങ്ങളെ ഓർത്തിട്ട് ചേട്ടൻ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഇവനും ഇലക്ട്രീഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് വയറിങ് ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്നതിൽ ന്യായമില്ല. കാര്യം ഭർത്താവിൻ്റെ ഇഷ്ടവും ഭാര്യയുടെ ഇഷ്ടവും ഏകദേശം ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ ദാമ്പത്യ ജീവിതം നന്നായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ഭർത്താവിനോട് പറയാം എനിക്കൊന്നും പറ്റില്ല, എനിക്ക് കൂടുതൽ പറക്കണം എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കുന്ന ഭർത്താവാണെങ്കിൽ ഓക്കെ. അതല്ലാതെ മറ്റു രീതിയിൽ നിയന്ത്രിക്കുന്ന ഒരാളാണ് അങ്ങനെ വേണ്ട എൻ്റെ ഭാര്യ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ വിവാഹബന്ധത്തിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഇഷ്ടം കൂടി പരിഗണിച്ചല്ലേ നിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിർത്തിയ ബന്ധം നിർത്തുക. ഇനി കണക്ഷൻ കൊടുക്കാൻ പോകാതിരിക്കുക. ഇനി ഇലക്ട്രിക്കൽ വർക്ക് ഉണ്ടെങ്കിൽ ഭർത്താവുള്ള സമയത്ത് ആരെങ്കിലും വിളിച്ച് ചെയ്യിപ്പിക്കുക. അതുപോലെ ഭർത്താവിനോട് പറയുക അങ്ങനെയൊന്നും
നടന്നിട്ടില്ല. എന്നെ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ തമ്മിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ അധിക്ഷേപിക്കരുത്. അത് നമ്മൾ തമ്മിൽ പിരിയാനുള്ള ഇടവരുത്തുമെന്ന് പറയുക. അത് പറഞ്ഞ് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഭിന്നത കൂടുകയാണെങ്കിൽ കൗൺസിലിങ്ങിന് പോകേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്.